മാക്ടിവിറ്റി ടീം ഇന്ന് എത്തിയിരിക്കുന്നത് കിടങ്ങറയിലെ സ്നേഹതീരത്താണ്. ഇവിടേക്ക് വരാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ബ്രദേഴ്സിൻ്റെ വർക്ക് ക്യാമ്പ്, അതായത് സ്നേഹോത്സവം ഇവിടെ നടക്കുകയാണ്. സ്നേഹത്തെ വലിയ ആഘോഷമാക്കുന്ന പങ്കുവെക്കലിൻ്റെയും കൂട്ടായ്മയുടെയും കരുതലിൻ്റെയും ആഘോഷമാണ് ഇവർക്ക് ഈ വർക്ക് ക്യാമ്പ്. അപ്പോൾ ഈ വർക്ക് ക്യാമ്പിൻ്റെ വിശേഷങ്ങളിലേക്കാണ് മാക്ടിവി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമ്മുടെ ബ്രദേഴ്സിൻ്റെ ഈ വർഷത്തെ വർക്ക് ക്യാമ്പ് ഇത്രയും കൊടും വെയിലാണെങ്കിൽ പോലും അവരെല്ലാം ഏറെ സന്തോഷത്തോടെ ആയിരിക്കുന്ന ഒരു സമയമാണ്. ഈ വർക്ക് ക്യാമ്പിന് പിതാവ് ഇങ്ങനെ നോക്കി കാണുന്നു. ഇതേ പിതാവ് ഇന്നിവരുടെ കൂടെ എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഈ ഒരു അനുഭവം? നമ്മുടെ എല്ലാ വർഷവും നമ്മുടെ ബ്രദേഴ്സ് ഏതാണ്ട് 5 ഇന്ത്യയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ, ഉജ്ജയിനിലും സത്നയിലും അതുപോലെ ആഗ്രയിലും വടവാതൂരും കോട്ടയത്തും കുന്നൂത്തും അതുപോലെ ആലുവായിലും ഒക്കെ ആയിട്ട് പഠിക്കുന്ന നമ്മുടെ ബ്രദേഴ്സ് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി അല്പം കായികാധ്വാനത്തിലൂടെ ഒരു സൗഹൃദവും കൂട്ടായ്മയും എല്ലാം ഉണ്ടാക്കുന്ന ഒരവസരമാണിത്. അതോടൊപ്പം അവർ അടുത്തുള്ള ഇടവകകളിൽ കുടുംബ കൂട്ടായ്മകൾ നടത്തുകയും കൺവെൻഷനുകൾ നടത്തുകയും ഭവന സന്ദർശനം നടത്തുകയും എല്ലാം ചെയ്യും. അപ്പോൾ ഒരു നാടിന് മുഴുവൻ ഉത്സവമായിട്ട് മാറുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഈ വർഷം നമ്മൾ തിരഞ്ഞെടുത്തത് കിടങ്ങറയിലെ സ്നേഹതീരമാണ്. നമ്മൾ ഈ വർഷം കരുതൽ ധനശേഖരണവും എല്ലാം ഇവിടെ മാനസിക രോഗികളായ സഹോദരികൾക്ക് ഒരു ഭവനം പണിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ ഈ പരിസരമെല്ലാം ഒന്ന് വൃത്തിയാക്കുക. ഇത് കുറേ സ്ഥലമുണ്ട് ഇവിടെ, ഈ ട്രസ്റ്റിൻ്റെയാണ്. അത് അതിരൂപതയുടെ നേതൃത്വത്തിലേക്ക് വരികയാണ് ആ ട്രസ്റ്റ്. അപ്പം ഈ സ്ഥലമെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബ്രദേഴ്സ് എല്ലാം വളരെ ആവേശപൂർവ്വം ജോലി ചെയ്യുന്നു. ഇവർ അതിരാവിലെ 6 മണിക്ക് തുടങ്ങുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 11 മണി വരെ ഇവിടെ ജോലി ചെയ്യും. അതിനുശേഷം പിന്നെ വൈകുന്നേരം കുർബാനയോടുകൂടി ഭവന സന്ദർശനവും കുടുംബ കൂട്ടായ്മയും ഒക്കെയാണ് നടത്തുന്നത്. ഒത്തിരി സന്തോഷം. ഞാനും ഒരു ദിവസം എല്ലാ വർഷവും ഇവരുടെ കൂടെ അല്പം ജോലി ചെയ്യാനായിട്ട് വരാം. നമ്മുടെ പിള്ളേരെയൊക്കെ ഒന്ന്, നമ്മുടെ ഭാവി വൈദികരാണല്ലോ അവരെ കുറച്ചുകൂടെ ഒന്ന് അറിയാനും ഒക്കെയുള്ളൊരു അവസരമായിട്ട്. വർക്കിലാണെന്നറിയാം. നിങ്ങളുടെ വർക്ക് ക്യാമ്പ് ഈ വർഷത്തെ ഇവിടെ നടക്കുകയാണ്. എങ്ങനെയുണ്ട് വർക്ക് ക്യാമ്പ്? എത്ര ദിവസമായി? എങ്ങനെയുണ്ട് ഇത്രയും ദിവസത്തെ ഒരു എക്സ്പീരിയൻസ്? ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞങ്ങളിപ്പോൾ 3 ദിവസമായി വർക്ക് ക്യാമ്പ് ചെയ്യുന്നു. ഇത് 4ാമത്തെ ദിവസമാണ്. ഞങ്ങളുടെ അവധിയുടെ ഒരു സമയത്ത് ഒരുമിച്ച് കൂടാണ്ട് കിട്ടുന്ന ഏക ഒരു അവസരമാണ് ഈ ഒരു വർക്ക് ക്യാമ്പ് എന്ന് പറയുന്നത്. ഞങ്ങൾക്കിപ്പം പല സെമിനാറുകളിൽ പഠിക്കുന്നവരാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഒരു യൂണിറ്റിയും ഞങ്ങളുടെ ഒരു സൗഹൃദമൊക്കെ പുതുക്കാനായിട്ടുള്ളൊരു സമയമാണ്. ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷേ ഈ വെയിലിൻ്റെ ഒക്കെ സമയത്താണെങ്കിലും ഇങ്ങനെ എല്ലാവരോടും ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ബ്രദേഴ്സിൻ്റെ വർക്ക് ക്യാമ്പിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഇവരിവിടെ എല്ലാവരും അത്രയും ഉത്സാഹത്തോടു കൂടി ഇവിടുത്തെ വർക്കുകൾ, നമ്മുടെ സ്നേഹതീരത്തിന് വേണ്ടിയുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ ബ്രദേഴ്സും തന്നെ തിരക്കാണ്. ഇപ്പോൾ നമ്മളോട് ഒപ്പം ചേരുന്നത് ഈ വർക്ക് ക്യാമ്പിൻ്റെ ലീഡറായിട്ടുള്ള ഡീക്കൻ ആശിഷാണ്. അപ്പോൾ ഡീക്ക, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ദിവസം, ഈ വർക്ക് ക്യാമ്പിലെ ഒരു ദിവസം ഒന്ന് പറയാമോ? തീർച്ചയായും. നമ്മുടെ വർക്ക് ക്യാമ്പിന് ഞങ്ങൾ മൊത്തം 80 ബ്രദേഴ്സാണുള്ളത്. അതായത് മേജർ സെമിനാരി, ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടിയിട്ട് മേജർ സെമിനാരികളിൽ പഠിക്കുന്ന ഫിലോസഫി, തിയോളജി പഠിക്കുന്ന ബ്രദേഴ്സാണ് വർക്ക് ക്യാമ്പിനായിട്ടുള്ളത്. നമ്മളെല്ലാ വർഷവും ഇപ്പോൾ 40ാമത്തെ വർക്ക് ക്യാമ്പാണ് നമ്മുടെ രൂപതയിൽ നടക്കുന്നത്. 1986 മുതൽ വർക്ക് ക്യാമ്പുകൾ നടക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നത് ഒരു സ്ഥലം എടുക്കുന്നു, അവിടെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുന്നു, ബ്രദേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ജോലികൾ ചെയ്യുന്നു. നമ്മുടെ വർക്ക് ക്യാമ്പ് ഇത്തവണ നമ്മൾ ചെയ്യുന്നത് സ്നേഹതീരം, കിടങ്ങറയിലുള്ള സ്നേഹതീരത്താണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് മുട്ടാറ് പള്ളിയോട് ചേർന്നുള്ള മുട്ടാറ് സെൻറ്റ് ജോർജ് സ്കൂളിലാണ്. അപ്പോൾ രാവിലെ നമ്മൾ ഒരു 5 മണിയോടെ എഴുന്നേൽക്കുന്നു. അതിനുശേഷം 5:30 പ്രാർത്ഥന, പിന്നെ അവിടെ നിന്നൊരു ബസ്സിൽ നമ്മൾ കിടങ്ങറയിലോട്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നീട് ഇവിടെ 6 മണി 6:30 വർക്ക് ആരംഭിക്കും. നമ്മൾ കാലാവസ്ഥ കുറച്ച് പ്രതികൂലമായതുകൊണ്ട് കുറച്ച് നേരത്തെ വർക്ക് ആരംഭിക്കുന്നുണ്ട്. 6 മണി 6:30 വർക്ക് ആരംഭിക്കുന്നു. പിന്നെ ഒരു 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. പിന്നെ വീണ്ടും 9:30 വർക്ക് ആരംഭിക്കുന്നു. അങ്ങനെ ഒരു 11 മണി 11:30 വരെ രാവിലത്തെ സെക്ഷൻ വർക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് പല സെക്ഷനുകളിലായിട്ട് ഇവിടെ നമ്മളൊരു 9 ഏക്കറോളം സ്ഥലങ്ങളുണ്ട്. അത് ക്ലീൻ ചെയ്യുകയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് തെങ്ങ് നടുന്നുണ്ട്, തെങ്ങിന് തടവെടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള വർക്കുകളാണ് ചെയ്യുന്നത്. പിന്നെ ഈ സമയത്ത് തന്നെ നമ്മളെ ഈ അടുത്തുള്ള ഇടവകകളിൽ നിന്നുള്ള അച്ഛന്മാരും ആളുകളും യുവജനങ്ങളും ഒക്കെ സന്ദർശിക്കാൻ വരും. അവരും നമ്മളോടൊപ്പം വർക്കിനൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ 11 മണി 11:30 നമ്മൾ വർക്ക് അവസാനിപ്പിക്കുന്നു. പിന്നെ ലഞ്ച് ഇവിടെ തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ ബ്രദേഴ്സ് വീണ്ടും തിരിച്ച് മുട്ടാറ് സ്കൂളിലേക്ക് പോകുന്നു. അവിടെ കുറച്ച് സമയം വിശ്രമിച്ച് ഫ്രഷ് ആയിട്ട് റെസ്റ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ആ ഇടവകയിലുള്ള കുറച്ച് പ്രവർത്തനങ്ങളാണ്. പിന്നെ 4 മണിക്ക് അവിടെ ഇടവകയിൽ ഓരോ ദിവസവും നമുക്ക് പല പിതാക്കന്മാർ വന്ന് കുർബാന ചെല്ലുന്നുണ്ട്, വികാരി ജനറൽമാർ വരുന്നുണ്ട്. അങ്ങനെ 4 മണിക്ക് കുർബാന. അതിനുശേഷം 4 മണിക്ക് കുർബാനയ്ക്ക് ശേഷം നമ്മൾ പല കൂട്ടായ്മകളിലായിട്ടും ഭവന സന്ദർശനങ്ങൾ കൂടെ നടത്തുന്നുണ്ട്. അങ്ങനെ ഭവന സന്ദർശനത്തിന് ശേഷം 8:30 9 മണിയോടെ തിരിച്ചു വരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ വർക്ക് ക്യാമ്പിൻ്റെ ഒരു ദിവസം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ നിങ്ങളെല്ലാവരും ഒരുമിച്ച് പല സെമിനാറുകളിൽ പഠിക്കുന്നവർ ഒരുമിച്ച് ചേരുന്ന ഒരു അവസരമാണ്. ഈ ഒരു അവസരത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ ഒരു വർക്ക് ക്യാമ്പ് ഇപ്പം വെയിലൊക്കെ നല്ല വെയിലാണ്, അത് നിങ്ങൾ അലട്ടുന്നുണ്ടോ? വെയിൽ അലട്ടുന്നുണ്ടോ ചോദിച്ചാൽ ഞങ്ങൾ സ്വാഭാവികമായിട്ടും വെയിലിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞങ്ങൾക്ക് ഈ ബ്രദേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പല സെമിനാറുകളിൽ പഠിക്കുന്നവർക്ക് ഒത്തുചേരാനുള്ളൊരു അവസരം കൂടിയായിട്ടാണ് ഈ വർക്ക് ക്യാമ്പ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ സ്നേഹോത്സവം എന്നാണ് ഞങ്ങൾ ഇതിനെ പേര് വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്നേഹത്തിൻ്റെ ഉത്സവം, ചങ്ങനാശ്ശേരി അതിരൂപതക്കാരായിട്ടുള്ള ഞങ്ങളുടെ ബ്രദേഴ്സിൻ്റെ ഇനി ഒരുമിച്ച് ഭാവിയിൽ അതിരൂപതയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യേണ്ടവരുടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഉത്സവമാണ്. അപ്പോൾ സീനിയേഴ്സ് ജൂനിയേഴ്സ് വ്യത്യാസമില്ല, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ക്ലാസ് റൂമുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ സൗഹൃദ സംഭാഷണങ്ങളും അതൊക്കെ ഈ വർക്ക് ക്യാമ്പിൻ്റെ ഓർമ്മകൾ ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഓർമ്മകളാണ് ഈ വർക്ക് ക്യാമ്പിൻ്റെ. അതുകൊണ്ട് തന്നെ ഈ വർക്ക് ക്യാമ്പിൻ്റെ ദിവസങ്ങൾ ഞങ്ങൾക്ക് പകലുള്ള ജോലിയുടെ ക്ഷീണം ഉണ്ടെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാകുന്നു, സന്തോഷം പങ്കിടുന്നു. അത് ഞങ്ങൾക്ക് ശരിക്കും ഒരു നല്ല ഓർമ്മകളാണ് നൽകുന്നത്. ഏറെ സന്തോഷത്തോടെയും അതിലേറെ ഉത്സാഹത്തോടെയും കൂടിയാണ് നമ്മുടെ ബ്രദേഴ്സ് എല്ലാം ഈ ഒരു സ്നേഹോത്സവത്തിലായിരിക്കുന്നത്. ഇവർ ഇതിന് പേര് നൽകിയിരിക്കുന്നത് സ്നേഹോത്സവം എന്നാണ്. ഡീക്കനെ സംബന്ധിച്ച് ഡീക്കൻ്റെ അവസാനത്തെ സ്നേഹോത്സവം അല്ലേ? കാരണം അടുത്ത വർഷം ഡീക്കൻ അച്ഛനാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർ ഇത്രയും നാളും പല സ്നേഹോത്സവങ്ങൾ പങ്കെടുത്തു. ഈ ഒരു സ്നേഹോത്സവം അല്ലെങ്കിൽ ഇത്രയും നാളത്തെ സ്നേഹോത്സവങ്ങൾ നിങ്ങളുടെ ഒരു വ്യക്തിത്വ വികസനത്തിനും നിങ്ങളുടെ ഒരു കൂട്ടായ്മ വർദ്ധിപ്പിക്കാനും ഒക്കെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും നമ്മുടെ ഈ വർക്ക് ക്യാമ്പ് എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ കേട്ടതാണ്. ഇതൊരു വർക്ക് മാത്രമല്ല, മറിച്ച് നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ പ്രകടനം കൂടിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ ഒരു സീനിയേഴ്സ്, ഞങ്ങളൊരു ഡീക്കന്മാരാണ്. ഞങ്ങളാണ് ഈ നമ്മുടെ സെമിനാരിക്കാരുടെ ഏറ്റവും സീനിയേഴ്സ്. പ്രായം കൊണ്ടല്ലേലും നമുക്കൊരു പദവിയുള്ള നമ്മൾ ഡീക്കൻ എന്ന നിലയിൽ നമ്മളാണ് സീനിയേഴ്സ്. തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ അനിയന്മാരുടെ കൂടെ ഞങ്ങൾ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് വലിയ ബേർഡനൊന്നുമല്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ അനിയന്മാർ അത് ചെയ്യും. അതോടൊപ്പം ഞങ്ങളും ചെയ്യുന്നുണ്ട്. ഈ വർക്കിനെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓരോ ബാച്ച് വൈസാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ച് ലീഡേഴ്സിനെ അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ ബേർഡനും കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മുടെ അനിയന്മാർ നമ്മുടെ സ്വന്തമാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ഇവർ പറഞ്ഞിട്ട് പോകത്തേ ഉള്ളല്ലോ, ഇവരൊന്നും ചെയ്യുന്നില്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. നമ്മൾ എന്ത് പറയുന്നോ അതനുസരിച്ച് ചെയ്യുന്നു, നമ്മളെ സന്തോഷം പങ്കിടുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഇത് അവസാനത്തെ വർഷമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു കൂടുതൽ തീക്ഷ്ണതയോടെയാണ് ഞങ്ങളും ഈ വർക്കിൽ ഏർപ്പെടുന്നത്. കാരണം അടുത്ത തവണ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളൊരു അച്ഛന്മാരെന്ന നിലയിലാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ദിവസങ്ങൾ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഇത് അവസാന വർഷമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രയത്നിക്കുന്നത്. ഒരു വേനൽ അവധിക്കാലമാണ്, നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ റെസ്റ്റ് എടുത്തിരിക്കാവുന്ന സമയമാണ്. അതൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഇത്രയും വലിയൊരു സേവനം നമ്മുടെ സ്നേഹതീരത്തിന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ദൈവവിളിയും ഈ ദൈവവിളിയോടൊപ്പമുള്ള ഈ പ്രവർത്തനങ്ങളെയൊക്കെ എങ്ങനെ നോക്കി കാണുന്നു? ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ വേനൽ അവധിയാണ്. നമുക്ക് പഠനത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നൊരു ചുരുങ്ങിയ ദിവസങ്ങളാണ് അവധിക്കാലത്ത്. അപ്പം ആ സമയത്ത് നമുക്ക് വർക്ക് ക്യാമ്പ് വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് വലിയ ദുഃഖത്തിൻ്റെ ഒരു അവസരമേ അല്ല. കാരണം ഞങ്ങൾ പറഞ്ഞ പോലെ ഒരു സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ്. പിന്നെ ഇത് ഫോർമേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം കൂടിയാണ്. ഞങ്ങളുടെ സൗഹൃദം, ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലാണ് നമ്മൾ ശുശ്രൂഷ ഇനി തുടരേണ്ടതും. നമ്മൾ അച്ഛനായി കഴിഞ്ഞിട്ടാണെങ്കിലും ഈ ശുശ്രൂഷ മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിലാണ്. അപ്പം ഈ അതിരൂപത കീഴിലുള്ള സ്നേഹതീരത്തിൽ വർക്ക് എടുക്കുമ്പോൾ ഞങ്ങളുടെ അനിയന്മാരുടെ ഒത്ത് ഞങ്ങളുടെ ജൂനിയേഴ്സും സീനിയേഴ്സും എന്നൊരു വേർതിരിവ് നമുക്കില്ല. എന്നാലും നമ്മുടെ അനിയന്മാരുടെ ഒപ്പം നമ്മൾ പങ്കെടുക്കുമ്പോൾ അവർ നമ്മളോട് തിരിച്ചു കാണിക്കുന്ന ഒരു സ്നേഹവും
സഹകരണമുണ്ട്. അതാണ് നമ്മുടെ തുടർന്നുള്ള നമ്മുടെ ഈ അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയിൽ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ബ്രദറെ, നിങ്ങളെല്ലാവരും വർക്ക് ക്യാമ്പിൻ്റെ വലിയ സന്തോഷത്തിലാണ്. ഈ വെയിലിൻ്റെ ചൂടൊന്നും നിങ്ങളെ തളർത്തുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എങ്ങനെയുണ്ട് ഈ വർഷത്തെ വർക്ക് ക്യാമ്പ്? എന്താണ് നിങ്ങളുടെ ഈ വർഷത്തെ വർക്ക് ക്യാമ്പിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം? ഞങ്ങളുടെ ഈ വർഷത്തെ വർക്ക് ക്യാമ്പിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സ്നേഹതീരം അതുപോലെ തന്നെ ഇതിൻ്റെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ്. മാനസിക സവിശേഷതയുള്ള 50ഓളം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനും അതുപോലെ ഞങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് കൂടുതൽ സഹായകമാകുന്ന രീതിയിൽ ഈ വർക്ക് ക്യാമ്പ് ക്രമീകരിക്കുന്നതിനുമാണ് ഞങ്ങൾ ഈ സ്നേഹതീരം തിരഞ്ഞെടുത്തത്. അപ്പം ഞങ്ങളുടെ സെമിനാരി ജീവിതത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായി പഠനം മാത്രം ആകാതെ ഇതൊരു ഫോർമേഷൻ്റെ ഒരു ഭാഗമായി തന്നെ ഞങ്ങളുടെ ഈ വർക്ക് ക്യാമ്പിനെ ഞങ്ങൾ കാണുകയാണ്. വർഷങ്ങളായി ഇത് നടന്നു വരുന്ന ഒരു സംഭവമാണ്. അപ്പം ഇവിടെ ക്ലീൻ ചെയ്യുന്നതോടെ നമ്മൾ ഈ സ്ഥാപനത്തെ പരിചയപ്പെടുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ചെറിയ ചെറിയ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ തന്നെ വ്യക്തിപരമായ വളർച്ചയ്ക്കും അതുപോലെ സമൂഹത്തിനൊരു ചെറിയ നന്മ ചെയ്യാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷവും ആത്മനിർവൃതിയും ഈ ഒരു വർക്ക് ക്യാമ്പിലൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും തമ്മിലുള്ള ഒരു ഐക്യവും സ്നേഹമൊക്കെ വളർത്താനും ഈ വർക്ക് ക്യാമ്പ് വളരെ പ്രത്യേകമായി ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രദേഴ്സിൻ്റെ ഒക്കെ ഒരു ഇപ്പം ആദ്യമായിട്ട് വന്നവരുണ്ടാവും വർക്ക് ക്യാമ്പിലേക്ക്, വർഷങ്ങളായിട്ട് വർക്ക് ക്യാമ്പിൽ പങ്കെടുക്കുന്നവരുണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ ടീക്കന്മാർ അവസാന വർഷമാണ് അവരുടെ വർക്ക് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയൊക്കെ ഒരു റിയാക്ഷൻ എങ്ങനെയുണ്ട് നമ്മുടെ ഈ വർഷത്തെ വർക്ക് ക്യാമ്പിനെ കുറിച്ചുള്ള? വർക്ക് ക്യാമ്പിനെ കുറിച്ച് വളരെ നല്ലൊരു അഭിപ്രായമാണ്. കാരണം ഞങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ്. സെമിനാറിലെ പഠനം എന്ന് പറയുമ്പം നമ്മൾ കുറച്ച് സ്ട്രെസ്സൊക്കെ എടുത്താണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പം അതിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായ രീതിയിൽ ഞങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്നൊരു സമയമാണ്. ഞങ്ങളുടെ ഒരുമിച്ചുള്ള സമയമാണ് ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ട്രിപ്പ് പോയാൽ പോലും ഒരു പക്ഷേ നമുക്കൊരു ലഭിക്കാത്തൊരു സന്തോഷമാണ് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ. ഭാവിയിൽ നമ്മൾ ഈ പൗരോഹിത്യത്തിലേക്ക് കടക്കുമ്പം ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതൊരു രൂപതയുടെ അല്ലെങ്കിൽ അതിരൂപതയുടെ വളർച്ചയെ സംബന്ധിച്ച് അത് സുപ്രധാന ഘടകമാണ്. അപ്പം ഞങ്ങളുടെ ഈ വർക്ക് ക്യാമ്പിലൂടെ ഞങ്ങൾ തീർച്ചയായിട്ടും നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ പുണ്യം അതാണ്. ഒരുമയോടെ ഒത്തൊരുമയോടെ സ്നേഹത്തോടെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനും അതുപോലെ അതിനോട് എങ്ങനെ സഹകരിക്കാം, എങ്ങനെ ക്രിയാത്മകമായി പെരുമാറാം എന്നൊക്കെ ഞങ്ങളെ കൂടുതൽ പഠിപ്പിക്കുകയും ഞങ്ങൾക്കൊരു ഫോർമേഷൻ തരികയും ചെയ്യുന്ന ദിവസങ്ങളാണ് ഈ വർക്ക് ക്യാമ്പിൻ്റെത്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളിവിടെ ആയിരിക്കുന്നതിൽ. ഞങ്ങളുടെ ഫോർമേഷൻ ഇത് ഒരുപാട് സഹായകമാണ്. അപ്പോൾ അച്ഛൻ നമ്മളൊരു വർക്ക് ക്യാമ്പിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഒരു വർക്ക് ക്യാമ്പ്, അച്ഛനൊക്കെ പഠിച്ചിരുന്ന സെമിനാരി കാലഘട്ടത്തിൽ ആ വർക്ക് ക്യാമ്പുകൾ ഓർക്കുന്നുണ്ടോ? ആ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. നമുക്ക് ഈ വർക്ക് ക്യാമ്പ് സെമിനാരി പരിശീലന കാലഘട്ടത്തിൽ ഞങ്ങൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് 2 മാസക്കാലം അവധി കിട്ടുന്ന സമയം. ആ സമയത്ത് വിവിധ സെമിനാരികളിലാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ സമയത്താണ് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ അതിരൂപത ഒരു കുടുംബം എന്ന നിലയിൽ ഈ ഷമ്മാശന്മാർ അല്ലെങ്കിൽ വൈദിക വിദ്യാർത്ഥികൾ എല്ലാവരും പല സെമിനാരിയിലുള്ളവരെല്ലാം ഒരുമിച്ച് ചേരുന്ന സമയമാണ്. അപ്പോൾ ജൂനിയർ ബാച്ച് മുതൽ സീനിയർ ബാച്ച് വരെ പരിചയപ്പെടാനുള്ള സമയം, നന്നായിട്ട് ഇടപഴകാനുള്ള സമയം. അപ്പോൾ ഏതെങ്കിലും ഒരു പള്ളി അല്ലെങ്കിൽ ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടാണ് വർക്കുകൾ നടക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് എല്ലാവരും സൗഹൃദത്തോടു കൂടി ജോലി ചെയ്തും ഒരുമിച്ച് പ്രാർത്ഥിച്ചും ഭവന സന്ദർശനം നടത്തിയും ഒരു നല്ല എക്സ്പീരിയൻസാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലെ വിവിധ പള്ളികളിൽ, പ്രത്യേകിച്ച് വെഞ്ചേമ്പ്, കുമരകം, അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള തിരുവല്ലം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ പള്ളി പണിയുന്നതിനും റോഡ് വെട്ടുന്നതിനും വേണ്ടിയൊക്കെ ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ചെയ്തു. പിന്നീട് അത് ഒരു കാലഘട്ടം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഞങ്ങൾ വെട്ടിയ റോഡാണ് അല്ലെങ്കിൽ ഞങ്ങൾ പണിത പള്ളിയുടെ ബേസ്മെൻറ്റാണെന്ന് പറയുമ്പോൾ ആ പള്ളിയും ആ റോഡും ഒക്കെ വികസിച്ച് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട് നമുക്ക്. അതിനേക്കാൾ ഉപരി ഇതൊരു കൂട്ടായ്മയാണ്, വൈദിക വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ. അപ്പം ആ കൂട്ടായ്മ നമുക്കും പഠിക്കുന്ന കാലഘട്ടത്തിൽ ആ ഒരു ബന്ധം കൂടുതൽ നിലനിർത്താനും, പിന്നെ അതുപോലെ തന്നെ പൗരോഹിത്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസിലൂടെ കിട്ടുന്ന അനുഭവങ്ങളിലൂടെ കിട്ടുന്ന അറിവുകൾ ഉപയോഗിക്കാനുള്ള ഒരു പ്രായോഗിക പരിശീലനത്തിൻ്റെ സമയം കൂടിയാണ്. ഇതായിരുന്നു ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലെ ആ ഒരു വർക്ക് ക്യാമ്പിലൂടെ ഇന്ന് ഞങ്ങളിപ്പോൾ വൈദികരായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്ന അനുഭവം. ഇവരിവിടെ സ്നേഹോത്സവം ഒരു ആഘോഷമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബ്രദേഴ്സിൻ്റെ ഇടയ്ക്ക് പല വർഷങ്ങളിൽ പഠിക്കുന്ന ആളുകളുണ്ട്. ആദ്യമായിട്ട് സ്നേഹോത്സവത്തിൽ പങ്കെടുക്കുന്ന ഒരു ബ്രദറിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ബ്രദറിൻ്റെ ഫസ്റ്റ് സ്നേഹോത്സവം അല്ലേ? എങ്ങനെയുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ്, സ്നേഹോത്സവം വർക്ക് ക്യാമ്പ്?
ഞങ്ങൾ ഫസ്റ്റ് ഇയർ ഫിലോസഫിക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 12 പേരുണ്ട്. ഒരുപാട് സന്തോഷമാണ്. ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമായിട്ട് ഞങ്ങൾക്ക് വർക്കുണ്ട്. അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഇടവക സന്ദർശനം അങ്ങനെയായിട്ടാണ് ഈ വർക്ക് ക്യാമ്പുകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസത്തിലൂടെ എത്തി നിൽക്കുമ്പോൾ ഇന്ന് ഞങ്ങളുടെ സന്തോഷത്തിന് മധുരം കൂട്ടാൻ വേണ്ടിയിട്ട് അഭിനന്ദ തറയിൽ പിതാവും ഒക്കെ ഞങ്ങളോട് ചേർന്ന് നിന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു വർക്ക് ക്യാമ്പിൻ്റെ സമയം അല്ലെങ്കിൽ ഫസ്റ്റ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പം ഒന്നാമത്തെ കാര്യം എല്ലാ സെമിനാരികളിൽ നിന്നുള്ള പ്രത്യേകിച്ച് ഒന്നിച്ചു കൂടുന്ന ഒരു സമയമായിട്ട് തോന്നുന്നു. വർഷത്തിൽ ഈ 7 ദിവസം ഇത് ഒരു തവണയെ കിട്ടത്തുള്ളൂ. അത് വളരെ സന്തോഷമായിട്ട് തോന്നുന്നു. പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ ഫിലോസഫി ഫസ്റ്റ് ഇയറാണ്. ഫിലോസഫി ഫസ്റ്റ് ഇയർ തൊട്ട് ഈ വർഷം ഡിസംബറിലെ ഡീക്കന്മാർ പട്ടം കിട്ടുന്ന പ്രദേശം വരെ കൂടെയുള്ളപ്പം ഒരു ഏജ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ജൂനിയർ സീനിയർ എന്നുള്ള ആ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരുമായിട്ടും നല്ലതായിട്ട് ഇടപെടാനും പ്രത്യേകമായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കണ്ടുപഠിക്കാനും ഒത്തിരി നമുക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ കൂട്ടായ്മ തന്നെയാണ് സന്തോഷം. ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരിക്കുമ്പം അത് വേറൊരു തലത്തിലോട്ടാണ് പോകുന്നത്. പിന്നെ ഇവിടെ ഈ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം പിന്നെ ഇവിടുത്തെ ആ ഒരു സാഹചര്യങ്ങൾ എല്ലാം ഈ ചൂടും ഇതൊക്കെ ഉണ്ടെന്നൊക്കെ അതായിരുന്നു എൻ്റെ ഒരു അടുത്ത ചോദ്യം. കാരണം സ്നേഹതീരത്താണ് നമ്മൾ ഈ പ്രാവശ്യം നിങ്ങളുടെ വർക്ക് ക്യാമ്പ് ക്രമീകരിച്ചിരിക്കുന്ന ഏകദേശം 9 ഏക്കറോളം സ്ഥലം ഇവിടെ വൃത്തിയാക്കി ഇവർക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഈ സ്ഥലം ഒരുക്കി കൊടുക്കാമെന്ന വലിയൊരു ലക്ഷ്യമാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കറിയാം നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ ഈ ചൂടും ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. എങ്കിൽ പോലും നിങ്ങളുടെ വർക്ക് എങ്ങനെയുണ്ട്? ഇതൊരു ലോഡായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ലോഡായിട്ട് തോന്നിയിട്ടില്ല. അത് ഒന്നത്തെ കാര്യം എല്ലാവരും ഒരുമിച്ചുള്ള ആ ഒരു പ്രവർത്തനം കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമുക്കങ്ങനെ ഒരു ബേർഡനായിട്ട് തോന്നുന്നത്. കാരണം നമ്മുടെ ഡീക്കന്മാർ ഫുൾ സപ്പോർട്ട്. നമുക്ക് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളത്തിനായാലും ഫുഡിനായാലും റിഫ്രഷ്മെൻറ്റിനായാലും എന്ത് കാര്യത്തിനാണെങ്കിലും അവർ കൂടെയുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മളെ അതുപോലെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാത്തിനും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പുറമോട്ട് അല്ലെങ്കിൽ പിന്നോക്കം പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഓരോ ദിവസം കഴിയുന്നതോടെ എനർജി കൂടി വരും. അതെ, അങ്ങനെ ഒരു എനർജി കൂടി വരുന്ന പോലെയാണ് നമ്മുടെ രൂപതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ് എന്നുള്ളൊരു ആ ഒരു കൂട്ടായ്മയിൽ ഒന്നിച്ച് നിൽക്കുമ്പം നന്നായിട്ട് സന്തോഷമായിട്ട് തോന്നുന്നു. ഒരുപാട് സന്തോഷത്തോടെ പോകും. ഈ വർഷത്തെ സ്നേഹോത്സവത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ സ്നേഹോത്സവത്തിന് അല്പം മധുരം കൂടി കൂടുന്നുണ്ട്. കാരണം ഈ സ്നേഹോത്സവത്തിൽ ഭാഗമായിരിക്കുന്ന 2 ബ്രദേഴ്സിൻ്റെ അമ്മമാരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇവരിവിടെ വന്നിരിക്കുന്നത് സ്വന്തം മക്കൾക്കും അവരോടൊപ്പം വർക്ക് ചെയ്യുന്ന ബ്രദേഴ്സിനും വേണ്ടി ഫുഡ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് സഹായിക്കാനായിട്ടാണ്. അപ്പം മോൻ്റെ പേരൊന്ന് പറയാമോ? ജസ്റ്റിൻ ആൻ്റണി. പേര് ടോണി. അപ്പോൾ ഈ അമ്മയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അമ്മയുടെ 2 മക്കളും ദൈവവിളി സ്വീകരിച്ചവരാണ്. മോള് സിസ്റ്ററാകാൻ വേണ്ടി പഠിക്കുകയാണ്. അതുപോലെ തന്നെ മോന് ഇപ്പം ബ്രദറായിട്ട് ഡീക്കനാണ്. ഈ വർഷം പട്ടം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പം അമ്മയെ സംബന്ധിച്ച് ഈ ദൈവവിളി മക്കൾ 2 പേരും ദൈവവിളി സ്വീകരിച്ച് ആ ഒരു വിളിക്കനുസരിച്ച് ജീവിക്കുന്നവരാണ്. അമ്മയെ സംബന്ധിച്ച് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? എന്നെ സംബന്ധിച്ച് എന്നാണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള പ്രാർത്ഥനകളോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും എൻ്റെ അപ്പനും അമ്മയുടെയും പ്രാർത്ഥനകൾ ഭയങ്കര കാര്യങ്ങളാണ്. അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായാൽ അവരുടനെ ആവശ്യപ്പെടുന്നത് എന്നോടല്ല, അപ്പനോടും അവൻ്റെ വല്യപ്പനോടും വല്യമ്മയോടുമാണ്. അവരുടെ പ്രാർത്ഥനയെന്ന് പറയുന്ന അവന് മക്കൾക്ക് 2 പേർക്കും വലിയ കാര്യമാണ്. അവരുടെ പ്രാർത്ഥനയുടെ ഇതിലാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ഇത്രയും വരെ മുന്നിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് ക്യാമ്പിൽ ഇന്ന് ഇവരെ സഹായിക്കാനായിട്ട് ഇവർക്ക് ആഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യാനായിട്ട് വന്നതാണ്. ഇവരുടെ വർക്കൊക്കെ കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? നല്ലതായിട്ട് തോന്നുന്നു. അവരുടെ വർക്കിലും കുഞ്ഞുങ്ങളുടെ കഷ്ടപ്പാടും അവരുടെ ഈ വെയിലത്ത് കിടന്നുള്ള പ്രവൃത്തിയിലുമൊക്കെ സങ്കടങ്ങളും ഉണ്ട്. പക്ഷേ ഒരു നല്ല കാര്യത്തിനാണല്ലോ എന്നുള്ള ഒരു ആശ്വാസം. പിന്നെ എൻ്റെ മോന് വരാൻ പറ്റിയിട്ടില്ല. അവനൊരു ചെറിയൊരു കാലിനൊരു കാലിൻ്റെ ഒരു മുട്ടിനൊരിത് വന്നിട്ടുണ്ട്. എന്നാലും അവരെ പോലെ തന്നെയല്ലേ മറ്റുള്ള കുട്ടികളും. ആ ഒരു ഇത് ഞാനും വന്നു സഹായിക്കും. അമ്മ നമ്മുടെ ടോണി ഡീക്കൻ്റെ അമ്മയാണ്. അമ്മ മകൻ്റെ ഒരു ദൈവവിളി ഒപ്പം അവരുടെ വർക്ക് ക്യാമ്പിൽ ഇപ്പോൾ അമ്മയും കൂടെ ഭാഗമായിരിക്കുകയാണ്. എന്ത് തോന്നുന്നു അമ്മയ്ക്ക്? ഒത്തിരി സന്തോഷം തോന്നുന്നു. എനിക്ക് 3 മക്കളാണുള്ളത്. 2ാമത്തത് ആണ് മോനെ. അതിന് ചെറുപ്പം മുതലേ വൈദികനായിട്ടൊരു വലിയൊരു വിളി ഉണ്ടായിട്ടെന്ന് തോന്നുന്നതിന് വിശ്വാസം പ്രാർത്ഥനയിലൊക്കെ ഒത്തിരി ഇതുണ്ടായിരുന്നു മോനെ. പിന്നെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു മോനെ ഉള്ളത് വല്യമ്മയ്ക്ക് വിടാനായിട്ട് ഭയങ്കര ഒരു വിഷമമായിരുന്നു. പിന്നെ എനിക്ക് താല്പര്യമായിരുന്നു ദൈവവിളി ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു.
പിന്നെ ഞങ്ങൾ 2 നേരവും മോൻ സെമിനാരിൽ പോയപ്പോൾ തൊട്ട് ഞങ്ങൾ 2 നേരവും ദൈവങ്ങളുടെ വൈദ്യർക്കുള്ള പ്രാർത്ഥന മുടക്കം കൂടാതെ ഇന്ന് വരെയും ചൊല്ലിക്കൊണ്ടിരിക്കുക. രാവിലെയും വൈകിട്ടും ചൊല്ലുന്നുണ്ട്, ജപമാല ചെല്ലാറുണ്ട്. നല്ലൊരു ദൈവവിളി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും പല മാതാപിതാക്കളും ഈ മക്കൾക്ക് ദൈവവിളി ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ സെമിനാരിൽ പോകണം, വൈദികരാണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ അവരൊന്ന് പിന്നോട്ട് വലിക്കാനായിട്ട് ശ്രമിക്കുന്ന പല മാതാപിതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മ ഇവിടെ വന്നു, ഇവരുടെ വർക്ക് ക്യാമ്പും ഒക്കെ കണ്ടു, ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്താണ്? സൺഡേ സ്കൂളിൽ അധ്യാപികമായിട്ട് ചെയ്ത ഒരു ടീച്ചറാണ്. പക്ഷേ എനിക്ക് വളരെ ആഗ്രഹമാണ് മോനെ വൈദികനായി കാണാനുള്ള ഞങ്ങൾക്ക് മാതാപിതാക്കൾക്കും അതുപോലെ എല്ലാവർക്കും തന്നെ ഒരാഗ്രഹമുണ്ട്. എനിക്ക് 2 മക്കളാണ്. പിന്നെ മോനും ഒരു മോളിപ്പം FCC ക്ലാരമഠത്തിൽ ഈ വർഷം നവംബർ 7-ാം തീയതി മോടെ ഉടുപ്പിടിച്ചിലാണ്. പിന്നെ അവൾക്ക് വേണ്ടി എല്ലാവിധ പ്രാർത്ഥനയും, അവളോട് പോകണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അപ്പോൾ അവൾ പറഞ്ഞത് എനിക്ക് എൻ്റെ കൊച്ചാച്ചൻ്റെ പാത തന്നെ, ആങ്ങളുടെ പാത തന്നെ പിന്തുടരാനാണ് താല്പര്യം. പിന്നെ അവൾ പറഞ്ഞ ഒരു വാക്കിലാണ് ഞങ്ങൾ സമ്മതിച്ചത്. ഈശോ ദൈവം ഞങ്ങളെ നിങ്ങൾക്ക് തന്നത് പോലെ തന്നെ ആ ദൈവത്തിൻ്റെ അടുത്തോട്ട് ഞങ്ങൾ പോകുന്നു, അതിൽ തടയരുതെന്ന് ആ ഒരൊറ്റ വാക്കിലാണ് ഞങ്ങൾ ഒന്നും എതിർക്കാതെ കുഞ്ഞുങ്ങളുടെ 2 പേരുടെ ഇഷ്ടത്തിന് വിട്ട്. ശരിക്കും ഈ അമ്മമാർ 2 പേരും നമുക്ക് വലിയ മാതൃകകളാകുകയാണ്. കാരണം സ്വന്തം മക്കളെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്, ആ ദൈവ വിളിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവരുടെ ആ ഒരു വൈദികനാകുന്നതും സിസ്റ്ററാകുന്നതും ഒക്കെ ഒത്തിരി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന 2 അമ്മമാരാണ് ഈ സ്നേഹോത്സവത്തിൽ നമ്മൾ പരിചയപ്പെട്ടത്. ഈ വർഷത്തെ സ്നേഹോത്സവം ഭയങ്കര പ്രത്യേകതകളുള്ള ഒരു വർക്ക് ക്യാമ്പായിട്ട് തോന്നി കേട്ടോ. കാരണം ഇവിടെ വന്നപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് സാധിച്ചു. അതിലൊന്നാണ് ഇന്ന് നമ്മുടെ ഈ ബ്രദേഴ്സിന് വേണ്ടി ഇവിടെ ഉച്ചഭക്ഷണം മാത്രമല്ല എല്ലാ നേരത്തെയും ഭക്ഷണവും റെഡിയാക്കുന്നത് നമ്മുടെ യുവദീപ്തിയുടെ ഒരു സജീവ പ്രവർത്തകനാണ്. നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം. ഹലോ, പേരെന്തായിരുന്നു? സെബിൻ. സെബിൻ ഏത് ഇടവകയാണ്? കൈനടിയാണ്. എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യാണോ അതോ വർക്ക് ചെയ്യാണ്? അപ്പോൾ സെബിനെ സംബന്ധിച്ച് സെബിന്റെ പാഷനാണോ ഈ കുക്കിംഗ്? അതെ, ഞാൻ പഠിച്ചത് ഹോട്ടൽ മാനേജ്മെന്റ് ആണ്. അച്ഛന് സ്വന്തമായിട്ട് ഇവന്റ് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇഷ്ടമാണ്. അപ്പോൾ ബ്രദേഴ്സിന് വേണ്ടി ഇവിടെ വന്ന് ഇങ്ങനെ കുക്ക് ചെയ്യാമെന്ന് തീരുമാനിക്കാനുള്ള കാരണം ഇവർ ഇൻവൈറ്റ് ചെയ്തതാണോ? അതെ, ഇൻവൈറ്റ് ചെയ്തതാണ്. ആദ്യത്തെ വർഷം കൈനടിപ്പള്ളി വെച്ച് ഞാൻ തന്നെ ആയിരുന്നു. അടുത്ത പ്രാവശ്യം വിളിച്ചായിരുന്നു തന്നെ ചെയ്തു തരണം, അടുത്ത വർഷത്തേക്കും ചെയ്തു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് വേണ്ടി ഇത്രയും ആളുകളുണ്ട്, എനിക്കൊന്ന് 10-80ഓളം ആളുകൾ ദിവസം ഫുഡ് കഴിക്കാനുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടി ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഹാപ്പിനെസ്, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? അടിപൊളിയാണ്, എല്ലാവരും നല്ല വൈബാണ്, എല്ലാവരും ഹെൽപ്പ് ചെയ്യാനും ഇവരോട് നടക്കുന്നത് നല്ല രസമാണ്. ഇവരുടെ വർക്ക് ക്യാമ്പിനെ എങ്ങനെ നോക്കി കാണുന്നു? നമ്മളിപ്പം പലപ്പോഴും ദൈവവിളി എന്ന് പറയുമ്പോൾ പലരും പറയാറുണ്ട് സുഖമുള്ള പരിപാടിയല്ലേ, പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ല. അവർ പഠിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ വൈദികരായി കഴിഞ്ഞൊക്കെയാണെങ്കിലും ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു വർക്കായിട്ട് പലരും ഇത് കാണുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു ദൈവവിളി, അവരുടെ ഒരു വർക്ക് ക്യാമ്പ് ഈ ഒരു വെയിലത്ത് ഈ ഒരു സാഹചര്യത്തിൽ അവർ ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് അവരുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. കുറേ പഠിക്കാൻ പറ്റുന്നുണ്ട് ഇവരിൽ നിന്ന്. കാരണം നമ്മളവർക്കും എല്ലാം കുഴപ്പമൊന്നുമില്ല. പക്ഷേ രാവിലെ തൊട്ട് വെളുപ്പിന് തൊട്ട് ഇറങ്ങി 4 മണി വരെ വെയിലത്ത് കിടന്ന് ഓടി ചാടി എല്ലാം പറമ്പ് വൃത്തിയാക്കുക, എല്ലാ പരിപാടിയും ചെയ്ത് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള അച്ഛന്മാരും ബ്രദർമാരും എല്ലാവരും.